الحمد لله സ്നേഹത്തിൻ
സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നാം എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ അലംഘനീയവും അവർണ്ണനീയവുമായ പറയുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയതിലേക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ വിശിഷ്യായി പള്ളിയുടെയും മറ്റുള്ള പള്ളികളുടെയും ഓരോ പ്രദേശങ്ങൾ അത്യവശ്യമുള്ള കബറാളികൾ അല്ലാഹു അവർക്കെല്ലാം കൊടുത്തു കൊടുക്കുകയും ബഹുത്തുറക്കും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവരൊരു സാമൂഹിക ജീവിയാണ്. മനുഷ്യനൊരു സാമൂഹിക സൃഷ്ടിയാണ്. സാമൂഹികമാകുന്ന ഇടപെടലുകൾ, ബന്ധങ്ങൾ, കടമകൾ, കടപ്പാടുകൾ, ബാധ്യതകൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ, സഹായ സഹകരണങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ബന്ധപ്പെടാതെ മനുഷ്യനെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തൊരു മനുഷ്യനെ ജീവിച്ചു പോകണമെങ്കിൽ അവന് സാമൂഹികമായ മുഴുവൻ മേഖലകളിലും ഇടപെട്ടാൽ മാത്രമാണ് ഒരു യഥാർത്ഥ ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി അയാളുടെ ലക്ഷ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അമിതമായ പ്രാധാന്യം നൽകുകയും മറ്റുള്ളവർക്ക് അത്യാവശ്യമായി സഹായം ചെയ്യേണ്ട സാഹചര്യത്തിൽ പോലും തന്റെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സ്വന്തമായി ആവശ്യമുണ്ടായിരിക്കുമ്പോൾ ആ ആവശ്യം മറ്റൊരു മനുഷ്യനും ഉണ്ടാവണമെന്നുള്ള ചിന്തയില്ലാതെ, ആ ആവശ്യം മറ്റൊരു മനുഷ്യനും ഉണ്ടെന്ന ചിന്തയില്ലാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യന്മാരും ഓരോ ആളുകൾ എടുത്തു കഴിഞ്ഞാലും അവര് സ്വന്തം ജീവിത താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്കും അവരുടെ തൃപ്തിക്കും വേണ്ടി സ്വാർത്ഥ താല്പര്യ ജീവിതത്തിലേക്ക് അവരെ താഴെറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താനെന്ന വ്യക്തിക്ക് അപ്പുറം വലിയൊരു ലോകമുണ്ടെന്നും അവർ തന്നെ പോലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണെന്നുള്ള തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അപ്പോഴാണ് സ്വന്തം ആവശ്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കാൻ കഴിയുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ. നമ്മളെ പോലെ തന്നെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, എനിക്ക് എന്തെല്ലാം ജീവിത ഉപായങ്ങൾ വേണമോ, അതുപോലെ തന്നെയാണ് എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വേണമെന്നുള്ള ചിന്ത ഒരു വിശ്വാസിക്ക് വന്നാൽ മാത്രമാണ് അവർ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ, ഞാൻ സ്വന്തമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്ന അതേ കാര്യം തന്റെ സഹോദരനും തന്റെ സഹോദരന് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ നമ്മുടെ തലമുറയുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ നമ്മുടെ പുതുതലമുറയുടെ അവസ്ഥ എന്താണ്? മറ്റുള്ളവരുടെ പരിഗണനയില്ല എന്ന് മാത്രമല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങൾ ന്യായീകരിക്കുന്നവരായി മാറിയിരിക്കുകയാണ് നമ്മുടെ പുതുതലമുറയുടെ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടപ്പിറപ്പുകളെ പോലും വഞ്ചിക്കുന്ന കാഴ്ചയാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ സഹോദരനെ പോലും വഞ്ചിക്കാൻ തന്റെ സ്വാർത്ഥതയിൽ അധികാരപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ കുടുങ്ങിയ ജീവിതങ്ങളാണ്. സ്വാർത്ഥത എന്ന് പറയുന്ന മതിൽക്കെട്ടുകൾക്ക് ഉള്ളിലൊതുങ്ങിയ ജീവിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഒരു കാര്യവും അറിയുവാനോ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കേൾക്കുവാനോ ഒരു താല്പര്യവുമില്ലാത്ത തലമുറ, എന്തിനും എനിക്കെന്ത് നേട്ടമെന്ന് മാത്രം ചിന്തിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി കേവലം ഉപകാരങ്ങൾ ചെയ്യേണ്ടി വന്നാലും തനിക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, തനിക്ക് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമുദായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാരത്രിക ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ, ആ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്കെന്ത് ഉപകാരമെന്നാണ് ഇന്നുള്ള മനുഷ്യർ ചിന്തിക്കുന്നത്. ഞാനൊരു മനുഷ്യനെ സഹായിച്ചാൽ അങ്ങനെ സഹായിക്കൽ കൊണ്ട് എനിക്കെന്താണ് ഉപകാരമെന്നാണ് ഇന്നുള്ള തലമുറയിലെ മനുഷ്യർ ചിന്തിക്കുന്നതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്.
കണ്ണാടിയിലേക്ക് മാത്രം പോകരുത്. കാരണം കണ്ണാടിയിലേക്ക് നോക്കിയാൽ നിനക്ക് നിന്നെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. നീ ജനാലയിലൂടെ നോക്കണം. അങ്ങനെ ജനാലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് വിശാലമായ ലോകത്തിനെയും ആ ലോകത്തെ കാണണമെങ്കിൽ നീ ജനാലയിലൂടെ തന്നെ നോക്കണമെന്ന് ഒരു ഗുരു തന്റെ ശിഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ കാലം. സ്വന്തം കണ്ണാടിയിലൂടെ സ്വന്തം ശരീരത്തിനെ മാത്രം നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനാലയിലൂടെ തന്റെ സമൂഹത്തിനെ നോക്കി കാണുന്നില്ല. ഒന്നും കാണാൻ താല്പര്യമില്ലാത്ത തലമുറ സദാ സ്ക്രീനുകളിലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയും കേൾക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഇയർഫോണുകൾ വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ പോലും ഉറക്കം മാറ്റിവെച്ച ഹലീമയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിനെ പോലെയുള്ള മഹാരഥന്മാരുടെ പിൻതലമുറക്കാരാണ് നമ്മളെന്നുള്ള ചിന്ത പോലും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ഭരണമേറ്റെടുത്ത കാലം മുതൽ രാത്രി കാലങ്ങളിൽ അതാ മഹാനായ ഉമർ തങ്ങൾ തന്റെ നാടിലൂടെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. എന്തിനാണ് നടന്നു നോക്കുന്നതെന്നറിയോ? താനിവിടെ ഭരണമേറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഉമർ തങ്ങൾ നാട്ടിലൂടെ നടന്നു നോക്കുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ, ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് പരിഹരിക്കുന്നത് ഉമർ തങ്ങളുടെ ശൈലിയാണ്. അങ്ങനെയുള്ള ഉമർ തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരുടെ പിൻതലമുറക്കാരാണെന്നുള്ള ചിന്ത പോലും നമ്മുടെ തലമുറയ്ക്കില്ലാതെയായിരിക്കുകയാണ്. നാം സാമൂഹികമായി നിൽക്കുമ്പോഴാണ്, സാമൂഹികമായി ഇടപെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നത്. ഒറ്റപ്പെട്ട സ്വാർത്ഥമായ ജീവിതം നരകത്തേക്കുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദുല്ലാഹി മഅൽ ജമാഅ വമൻ സദ്ദ സദ്ദ ഇലന്നാർ. അല്ലാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിലാണ്, ഒരു സമൂഹത്തിലാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് പറയുന്നത്. ആ സഹായത്തിൽ നിന്ന് ആരെങ്കിലും സദ്ദ തെറ്റിപ്പോയി കഴിഞ്ഞാൽ സദ്ദ ഇലന്നാർ, അവരെ നാം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് സമ്പത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? സമ്പത്തില്ലാത്ത ആളുകളെ സഹായിക്കണം. നമ്മിൽ നിന്ന് ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യമില്ലാത്ത ഇരിച്ചു നടക്കാൻ കഴിയാത്ത ആളുകളെ സഹായിക്കണം. നമ്മിൽ നിന്ന് വിദ്യാഭ്യാസമുള്ള ആളുകൾ ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ സഹായിക്കണം. നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തും അതുപോലെയുള്ള വിദ്യാഭ്യാസവുമുള്ള ആളുകൾ അതില്ലാത്ത ആളുകളെ സഹായിക്കലാണ് ഏറ്റവും വലിയ സാമൂഹിക ബന്ധം. അത് ലോകമാണ്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമെന്നുള്ള ചിന്തയായി കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത നമ്മുടെ ലോകത്ത് നിന്ന് നഷ്ടപ്പെടും. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് തന്നെയാണ്. സാമൂഹികമായിട്ട് എന്തെല്ലാം പ്രതിബദ്ധതകളുണ്ടോ അത് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണം. ഖിയാമത്ത് നാളിന്റെ പരലോകത്തിന്റെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ, നാളെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മുഴുവൻ മനുഷ്യന്മാരും സ്വാർത്ഥന്മാരാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. നാളെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്വന്തം ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ ആ മുഴുവൻ ആളുകളും സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ട് എന്റെ കാര്യം എന്താകുമെന്ന് അറിയാതെ, എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വാർത്ഥനായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ ഈ കാണുന്ന ദുനിയാവിൽ നമ്മൾ നിസ്വാർത്ഥരായി ജീവിച്ചാൽ മാത്രമാണ് ആ സ്വാർത്ഥതയാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വരുന്നത്. ഭൗതിക ജീവിതം നിസ്വാർത്ഥമാക്കിയാൽ ആ നന്മകളാണ് നാളെ പരലോകത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഉപകരിക്കുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് എന്തെന്നറിയുമോ?
ومن نفس عن مؤمن كربة من كرب الدنيا ദുനിയാവിന്റെ കഷ്ടതകളുണ്ടല്ലോ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ സഹായിച്ചാൽ നഫ്വസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമൽ ഖിയാമ, പരലോകമാകുന്ന ഖിയാമത്ത് നാളാകുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കും. വമൻ ഖറബ യൗമൽ ഖിയാമ വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഒരു ബുദ്ധിമുട്ടുന്ന ആളിനെ ഒരു മനുഷ്യനെ സഹായിച്ചാൽ യസ്സറല്ലാഹു അലാ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതാണ്. ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ലോകത്തും നമ്മളെ സഹായിക്കും. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ട് നമ്മൾ മാറ്റി കൊടുത്താൽ അവിടെ അതിനും പ്രതിഫലമാണ് നമുക്ക് പല ലോകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ നമ്മളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മുഴുവൻ ആളുകളെയും പരിഗണിക്കുന്ന, ഇല്ലാത്തവന്